കാത്തിരിപ്പുകൾക്കൊടുവിൽ ദുരന്തർ 2 തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ആ സിനിമ കണ്ടു. അതിന് സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സർപ്രൈസ് എലമെൻസുകൾ അടങ്ങിയിട്ടുള്ള സിനിമയാണ് ദുരന്തർ 2. സ്പോയിലറുകളൊന്നുമില്ലാതെ പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ സിനിമ മാത്രമല്ല ദുരന്തർ 2, മറിച്ച് കൃത്യമായ കഥയും കഥാപാത്രങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെയാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നതും. ഇതിലെടുത്തു പറയേണ്ടത് രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ് ആണ്. ദുരന്തർ 1-ാം ഭാഗത്ത് നിന്ന് 2-ാം ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് രൺവീർ സിംഗിലും മാധവൻ്റെ പെർഫോമൻസിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദുരന്തർ 1-ാം ഭാഗം കാണാതെ ദുരന്തർ 2-ാം ഭാഗം കാണാൻ എത്തുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ദുരന്തർ 1-ാം ഭാഗം കണ്ടതിന് ശേഷം മാത്രം ദുരന്തർ 2-ാം ഭാഗം കാണുക. കാരണം ദുരന്തർ 1-ാം ഭാഗത്തിൽ നിന്ന് ലിങ്ക് ചെയ്തിട്ടാണ്, കണക്ട് ചെയ്തിട്ടാണ് ദുരന്തർ 2-ാം ഭാഗവും അതിൻ്റെ കഥയും പോകുന്നത്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ് നമുക്ക് ദുരന്തർ സമ്മാനിക്കുന്നത്. അതുപോലെ ഗൂസ് ബംസ് തരുന്ന ഒരുപാട് സീൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക.